ആരാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഏറ്റവും വലിയ സൗന്ദര്യാധാരം, ആ നാട്ടിലെ ഏറ്റവും വലിയ യുവ കോമളൻ, സുലൈഖ പോലും ആഗ്രഹിച്ചു പോയ പുരുഷൻ. യൂസുഫിന്റെ സൗന്ദര്യം കണ്ടപ്പോഴല്ലേ ഈജിപ്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞത് മാ ഹാദാ ബശറ, ഓ ഇതൊരു പുരുഷനാണോ അതല്ല മലക്കാണോ എന്ന് പറഞ്ഞു പോയ സൗന്ദര്യമായി. ഈജിപ്തിലെ പെണ്ണുങ്ങൾ ആപ്പിൾ കൊടുക്കാൻ വേണ്ടി വെച്ച കത്തി കൊണ്ട് കൈവരൽ മുറിച്ചിട്ട് പോലും അറിയാതിരുന്ന സൗന്ദര്യം ആരുടെ സൗന്ദര്യമാണ്? ആരുടെ സൗന്ദര്യമാണ്? യൂസുഫ് നബിയുടെ സൗന്ദര്യ. ആ യൂസുഫ് നബിയെ സ്നേഹിച്ചതാരാ? ആ യൂസുഫ് നബിയെ സ്നേഹിച്ചത് സുലൈഖയാണ്. യൂസുഫ് നബിച്ചാരാ? സുലൈഖയാണ്. നമ്മളെല്ലാവരും യൂസുഫ് സുലൈഖ ബന്ധത്തിന്റെ കഥ പറയാറുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യൂസുഫ് നബിയുടെ കഥ പറയും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് യൂസുഫ് നബിയുടെ സാഹചര്യകഥ. നമ്മൾ പറയുന്നു കല്യാണത്തലേന്ന് മദ്യം, ലോകം മുഴുവനും വലിശ, ലോകത്ത് മുഴുവനും ഹറാം. ഇതിന്റെ നടുവിൽ എങ്ങനെയാണ് നാം നരകത്തെ ഓർത്തിട്ട് മാറി നിൽക്കുന്നത്? സ്വാഭാവിക ചോദ്യം അതാണ്. പണ്ട് ആളുകൾ പറഞ്ഞത് ഞങ്ങളെ നശിപ്പിച്ചത് കാലമാണ്, ഈ നശിച്ച കാലമാണ് ഞങ്ങളെ നശിപ്പിച്ചതെന്ന് മനുഷ്യർ പറയുമായിരുന്നു. എവിടെയാണ് ഞങ്ങൾ കാലത്തെ കുറ്റം പറയുന്നത്? സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് മാറാൻ പറ്റില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ കഥ പറയുന്നത് ഇവിടെയാണ്. അള്ളാഹു യൂസുഫ് നബിയുടെ കഥ പറയുന്നത് ഇങ്ങനെ വായിക്കുകയും അള്ളാഹു പറയുകയാണ് ഖുർആന്റെ കഥ. സൗന്ദര്യധാമമായ സുലൈഖ തന്റെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് യൂസുഫിനെ വിളിച്ചു. ഖുർആൻ പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ നാടകത്തിലെ കഥ പറഞ്ഞ ഖുർആൻ പറയുന്ന നാടകീയ ശൈലിയുണ്ട്. നമുക്ക് വായിക്കാനും പഠിക്കാനും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ യൂസുഫ് നബിയുടെ കഥ പഠിച്ചിരിക്കുന്നത് റംലാബീഗത്തിന്റെ കഥാപ്രസംഗത്തിലാണ്. ഒരു കഥണ്ടല്ലോ, ഒരു പാടിക്ക് വരാമേ. ബീവിസിലേക പൂമതിലേക മിസ്രിലെ രാജാത്തി. എനിക്ക് പാടാറുള്ള പറയാനറിയാം, നിങ്ങളിത് പാട്ടായിക്കോട്ടെ. അത് പറയുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ യൂസുഫ് നബിയെ കണ്ടതും സുലൈഖയെ കണ്ടതും. സുലൈഖ കണ്ണെറിഞ്ഞു, കാലെറിഞ്ഞു, വലയെറിഞ്ഞു. ചെമ്പകപ്പൂതേനിതളതരം ചന്ദന സുന്ദര പൂമുഖമധുരം വിശലുകൾ തൻ പൊന്നുലഞ്ഞാലയിൽ ആടുന്നു സുലൈഖ ബീവി. പഞ്ചായ മുഞ്ചുകൾ കതിരവും ചിഞ്ചിലമേറിയ യൂസുഫ് നബിയെ ചിഞ്ചിലപ്പുയോ മിളിവണ്ടിണകൊള്ളാൻ സുലൈഖ ബീവി വലയെറിഞ്ഞേ. സുലൈഖ ബീവിയെ കുറിച്ച് ആട്ടുകെട്ടിൽ ചാരി നിന്നിട്ട് വലയെറിഞ്ഞു എന്നാണ് ആ പെട്ടെന്നെ വഴി കിടക്കണേ. അള്ളാഹു പറയുന്നത് കേൾക്കുക, മാപ്പിളപ്പാട്ടുകാരൻ പറഞ്ഞതല്ല. അള്ളാഹ് പറഞ്ഞു കേൾക്കുക, മോഹിച്ച പെണ്ണിന്റെ റൂമിന്റെ ഉള്ളിൽ യൂസുഫും സുലൈഖയും തന്നെ. സുലൈഖ എന്ത് ചെയ്തു? വഅല്ലഖത്തിൽ അബുവ. സുലൈഖ തന്റെ ചന്ദനക്കട്ടിലിൽ ഇടത്തോട്ട് ചാരി തന്റെ കൈത്തലങ്ങൾ ചന്ദനപ്പൂവിനേക്കാൾ മാദകമായ താമരമുട്ടിന്റെ അല്ലിയേക്കാൾ പവിടാതരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് സുലൈഖ മെല്ലെ ചാരിയിരുന്നു. യൂസുഫ് എന്ന സുന്ദര രാജകുമാരൻ റൂമിന്റെ മൂലയിൽ മാറി നിന്നു. ആ ചന്ദനക്കട്ടിലിൽ ചാഞ്ഞു കിടന്ന് സുലൈഖ വിളിച്ചു വഖാലത്ത്. അനുരാഗ വിവശയായി അവൾ പറഞ്ഞു, ഹൈത്തലക യൂസുഫേ, ഇങ്ങോട്ട് വാ. ആ ഒരൊറ്റ ആയത്തിൽ ഖുർആൻ അവിടെ നടന്ന മുഴുവൻ സംഗതികൾ ഒറ്റ ആയത്തിൽ പറയുക. വഖാലത്ത് അവൾ പറഞ്ഞു ഹൈത്തലക. അനുരാഗ വിവശയായി, നാണമാകണം, അനുരാഗ വിവശയായിട്ട് അവൾ വിളിച്ചു. ഇവിടേക്ക് വാ. ഭിത്തിയിൽ ചാരി എന്നിട്ട് യൂസുഫ് നബി പറഞ്ഞ മറുപടി എന്താ? സാഹചര്യം എവിടെയാ? യൂസുഫും സുലൈഖയുമല്ലാതെ മൂന്നാമതൊരാളില്ല. കൊട്ടാരത്തിന്റെ കാവൽക്കാര് കന്മതിലുകൾക്കിടയിലൂടെ കാവൽക്കാരന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊരു കറുത്തയിച്ച പോലും കടന്നു വരാത്ത, കാർഗാഗ്രഹത്തെക്കാൾ വലിയ കാവലുള്ള കന്മതിലിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ
ആര് പറഞ്ഞാലും അറിയുകയില്ല, ആരും കേൾക്കുകയില്ല. യൂസുഫ് സുലൈഖ എന്ന ലോകത്തിന്റെ അപ്സരസ്സുകളും ദേവരാജനുമല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നവർ ആവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അന്നസിഹി വഅല്ലഖത്തിൽ അബ്വാബ്. ഈജിപ്തിലെ സുലൈഖ എന്ന സൗന്ദര്യമാതകത്തിടമ്പിന്റെ പൈവറ്റ് കൊട്ടാരത്തിന്റെ റൂമിന്റെ ഉള്ളില് ആ സപ്രപഞ്ചക്കെട്ടില് സുലൈഖ പലർന്നു കിടന്ന് കണങ്കാലിന്റെ മുകളിലേക്ക് വസ്ത്രമുയർത്തി അനുരാഗ വിവശയായി ആ റൂമിൽ നിൽക്കുന്ന സുലൈഖ വിളിക്കുന്നവർ കാലത്ത് ഹൈസലക്ക ഇവിടേക്ക് വാ യൂസുഫ്. എന്റെ ശബ്ദസ്വരിക്കാൽ ഇവിടെ എത്തിയ നരകത്തിന്റെ ചൂട് മനസ്സിന്റെ ഹൃദയത്തിൽ ഒരു പൊള്ളലായി മാറുന്ന എന്റെ സഹോദരത്തോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഓരോരും പെണ്ണിനോടും പറയുകയാ. ആരും കടന്നു വരാത്ത കന്മതിലിന്റെ നടുവിൽ നിൽക്കുമ്പോ നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളറിയുന്നില്ല. ഒരു കട്ടിലിൽ ചാഞ്ഞു കടന്നുകൊണ്ട് ലോകത്തിന്റെ സൗന്ദര്യം വിളിക്കുന്നു, യൂസുഫേ വകാലത്ത് ഹൈതലക, കടന്നുവാ യൂസുഫ് എന്ന് വിളിക്കുമ്പോ ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞതെന്താ? യൂസുഫ് നബി ആ താൽക്കാലിക നിമിഷത്തെക്കാളേറെ അതിന്റെ രതിസുഖത്തെക്കാളേറെ ഓർത്തതെന്താ? നരകത്തിന്റെ തൊട്ടാൽ കൊള്ളുന്ന ചൂടിനെ കുറിച്ചാ, നരകത്തിന്റെ വിചാരിയുടെ ശിക്ഷയെ കുറിച്ചാ യൂസുഫ് നബി പറഞ്ഞതത്രയില്ല സുലൈഖ. ഖാല മഅദല്ലാഹ്, ഇല്ല, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ. കാരണം എന്താ? ഇന്നഹു റബ്ബി അഹ്സന മത്വാ, എന്റെ റബ്ബെന്നെ ഇപ്രകാരം അനുഗ്രഹം തന്നതാ. പൊട്ടക്കണത്തിൽ നിന്ന് അടിമച്ചന്തയിലേക്ക്, അടിമച്ചന്തയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, കൊട്ടാരത്തിൽ നിന്ന് രാജപദത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എന്റെ നാഥനെ ഞാൻ മറക്കുകയോ, എന്റെ നാഥനെ ഞാൻ മറക്കുകയോ? ഇന്നഹു റബ്ബി അഹ്സന മത്വാ, എന്റെ റബ്ബിനെ ഞാൻ മറക്കുകയില്ല. സഹോദരങ്ങളെ, ആ സമയത്ത് യൂസുഫ് നിരാകരിച്ചപ്പോ കൊട്ടാരത്തിൽ നിന്ന് ഭിത്തിയിലേക്ക് പേടിച്ച രണ്ട് മാൻപേടയെ പോലെ മാറി നിന്ന് എന്റെ യജമാനത്തിയുടെ മുമ്പിൽ ശിരസ് കുനിക്കാത്ത യൂസുഫിന്റെ അടുക്കലോട്ട് അതാ മാദകത്തിടമ്പായ മനം മയക്കുന്ന മാദക ഗന്ധത്തോടെ സുലൈഖ ഓടിയെടുക്കുകയാ. ഓടി വന്നിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിക്കുമ്പോ, അനുരാഗബദ്ധയാ യൂസുഫിനെ കെട്ടിപ്പിടിക്കുമ്പോ ിക്കുന്നു. നരകമോർക്കുമോ, നരകമോർക്കുമോ, പ്രതികൂലതയിൽ നരകമോർക്കുമോ? ആ സമയത്ത് യൂസുഫ് നബി ഒരു സുന്ദരി പെണ്ണിന്റെ മനം മയക്കുന്ന മാദകഗന്ധം മൂക്കിലോ ധരിച്ചു കയറുമ്പോ, ഒരു മാദകത്തിടമ്പിന്റെ ചൂടും തന്റെ നെഞ്ചിലോട്ട് അടിച്ചു കയറുമ്പോ, ഒരു മാദക പെണ്ണ് നെഞ്ചിലോട്ട് മറിഞ്ഞു കിടക്കുമ്പോ യൂസുഫ് നബി ചെയ്ത ഒരു ദുആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ദുആയാണ് ചെറുപ്പക്കാരാ. ഒരു യുവാവ് ഇങ്ങനെയാകണം. അല്ലാഹു പറയുന്നത് എന്റെ മുമ്പിലോട്ട് നെഞ്ചിലോട്ട് പെണ്ണ് ചാരി കിടക്കുമ്പോ യൂസുഫ് നബി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തതെന്താ? ഖാല റബ്ബി സിദ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നീ കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകുൻ മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഖാല റബ്ബി സിദ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദഊനനി ഇലൈഹി. അല്ലാഹുവേ, ഈ സുലൈഖ വിളിക്കുന്ന താൽക്കാലിക സുഖത്തിന് വഴങ്ങി കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ജയിലിന്റെ കാര്യം കാണുന്നത് ഇഷ്ടമെന്ന് പറഞ്ഞ അല്ലാഹുവേ, ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ മാറ്റിവിട്ടില്ലല്ലോ. അസ്ബു ഇലൈഹിന്ന, ഞാൻ ഈ പെണ്ണിലേക്ക് ചാഞ്ഞു പോകുമല്ലാ.